സീസൺ 4 റിയാസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അട്ടിച്ച് റിയാസിനെ ഇരുത്തിയാനെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അവന്റെ കോമഡി കൊണ്ടുള്ള ആക്രമണം സഹിക്കാൻ വയ്യ. കോമഡി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു. അഖിൽമാരാറിന്റെ പോളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാൾ അനലൈസ് ചെയ്തു. അതൊരു റിവെഞ്ച് ആയിരുന്നു. പോയി ചത്തുടടാ. അനക്കന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണ് ബിഗ് ബോസില്? എനിക്ക് അതിനകത്ത് വരെ, അതായത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അഖിൽമാരാറായിരുന്നു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അഖിലിന്റെ പോളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആള് വരാൻ പറഞ്ഞപ്പോ അനക്കല്ലേ ചാടി ഓടി അവിടെ വന്നത്? ഞാൻ പറയുന്നത് എനിക്കൊരു തണ്ടിനും പേടിയില്ല. പുറത്തുള്ള പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. അഖിൽമാരാറിന്റെ വേർഷൻ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. സോ അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ കൺസിഡർ ചെയ്യും. അതാണ് റിയാസിന് തിരിച്ചറിയാതെ പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം അദ്ദേഹം ചൂസ് ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ചേരില്ല. അത്രേ ഉള്ളൂ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്താ ടാസ്കിൽ മുന്നേറിയില്ലേ? അത് കാര്യമില്ല, ഒരു ടാസ്കും ജയിച്ചിട്ടില്ല. ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നു. എന്താ ടാസ്കിൽ മുന്നേറിയില്ലേ? അത് കാര്യമില്ല, ഒരു ടാസ്കും ജയിച്ചിട്ടില്ല. ഇവിടെ ജഡ്ജായിട്ടിരിക്കുന്നു. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു.